പുരി ജഗന്നാഥനെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് നമ്മുടെ വലിയ ബസ് പോവില്ല. ഇവിടെ കുറേ ഇലക്ട്രിക് ഓട്ടോ വന്നു. നല്ല രസമാണ്. നമ്മുടെ ബൈക്കിൻ്റെ മുകളിൽ ഓട്ടോ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ള ഓട്ടോയാണിത്. കൊള്ളാം. 4 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. 150 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ തർക്കിക്കൊന്നും അറിയില്ല. 4 കിലോമീറ്റർ. അമ്പലം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു അമ്പലത്തിനടുത്തൊന്നും അല്ല വിട്ടിരിക്കുന്നത്. അവിടം വരെ വണ്ടി വരുമെന്ന് പറഞ്ഞു. തീരെ ചെറിയ റോഡായിരിക്കും, അതുകൊണ്ടായിരിക്കും. ആദ്യം അവർ 150 രൂപ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇറക്കി വിട്ടപ്പോൾ 200 രൂപ. ഇത് സ്ഥിരം ഇവന്മാരുടെ ഒരു നമ്പറാണ്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊണാർക്ക് പോയപ്പോൾ ഫോട്ടോ എടുക്കാൻ നേരത്തും ഇതുപോലെ ഫോട്ടോഗ്രാഫർ നമ്മുടെ അടുത്ത് പറഞ്ഞു 50 രൂപയാണ്. പക്ഷേ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 80 രൂപയും. പിന്നെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് 80 രൂപ വെച്ച് തന്നെ കൊടുത്തു. ഒന്നുമില്ല. നമ്മുടെ കാശി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇടുങ്ങിയ റോഡാണ്. ഇവിടെയും ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓട്ടോ നമുക്ക് അവിടെ കൊണ്ട് നിർത്തിയത്. തീരെ ചെറിയ റോഡാണ്. ആ റോഡിൽ കൂടെ വാഹനങ്ങൾക്ക് പോകുന്ന ഒരു പരിമിതിയില്ല. സ്പീഡിൻ്റെ ലിമിറ്റേ. അതുപോലെ ഇവന്മാർ മാരകമായിട്ടുള്ള ഹോണാണ് അടിക്കുന്നത്. ചുമ്മാ അതാ കേൾക്കുന്നുണ്ടോ? ചുമ്മാ ഹോണടിയാണ്. അങ്ങനെ പുരിയിലെ തെരുവീതികളിലൂടെ നമ്മുടെ മെമ്പർമാരെല്ലാവരും, ടീം അംഗങ്ങളെല്ലാവരും ജഗന്നാഥനെ കാണാൻ ഒത്തൊരുമിച്ച് നടക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മെയിൻ വിധ കണ്ടു ഗൈസ്. പുരി ജഗന്നാഥ ടെമ്പിൾ. ഒരുപാട് നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിലൊന്ന് വരികയാണ്. എന്തായാലും ഇന്ന് എത്താനായിട്ട് സാധിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഗോപുരം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് കാണണം. നമ്മളിപ്പോൾ സമയം 4 മണിയായി. ഈ 4 മണിക്ക് തന്നെ ഇവിടെ വരാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ കൊടി ചേഞ്ച് ചെയ്യും. ഫ്ലാഗ് ചേഞ്ച് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. അത് 4:30-ക്കാണ്. പല സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് 4:30-ക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ പുരി ജഗന്നാഥൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിന് എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ 4 ഗോപുരങ്ങളുണ്ട്. ഈ 4 ഗോപുരങ്ങളിലൂടെയും ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പക്ഷെ ആദ്യമായിട്ടല്ലേ നമ്മളെല്ലാവരും, നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടെത്തുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ കിഴക്കേ നടയിലേക്ക് പോകണം. ഇതാണ് പ്രധാന ഗോപുരം. ഫ്ലാഗ് ഹോസ്റ്റിംഗ് കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടെ. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ ഇത് നല്ലതുപോലെ കാണാൻ കഴിയുമെന്നറിയില്ല. നമ്മളോടൊപ്പം അവിടെ ഗൈഡുണ്ട്. അത് നമ്മുടെ ട്രാവൽസ് അറേഞ്ച് ചെയ്തതെന്നാണ്. അപ്പോൾ ആ ഗൈഡിൻ്റെ പുറകിൽ നമ്മളും നടന്ന് നീങ്ങുകയാണ്. എങ്ങനെയാണോ എവിടെയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു കാഴ്ച, അത് ഈ ഇൻസ്റ്റാ 360 ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടിയത്. അങ്ങനെ ലോങ് ഡിസ്റ്റൻസിൽ കണ്ടാൽ മാത്രമേ ആ കോലം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ആ ഇൻസ്റ്റ എടുത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയായി. നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും വ്യൂ, അത്ര മനസ്സിലാവില്ല. പക്ഷേ ഇൻസ്റ്റയിൽ എടുക്കുമ്പോൾ നമ്മൾ ആ സെൽഫി സ്റ്റിക്ക് കൂടെ ഉപയോഗിച്ച് മാക്സിമം അതിൻ്റെ ആ ഒരു ഭംഗി ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചു.
കംപ്ലീറ്റ് ആയിട്ടില്ല, തിരിച്ച് പോകുമ്പോൾ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ക്യൂ. പക്ഷെ അധികം ആളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ തിരുപ്പതി ക്ഷേത്രങ്ങളിലെല്ലാം പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, അവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒഴിഞ്ഞ ക്യൂ കണ്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ലഡു പൊട്ടി. കാരണം വലിയ തിരക്കില്ലാതെ ആ ക്ഷേത്രത്തിനകത്ത് കയറി നമുക്ക് ജഗന്നാഥനെ ഒന്ന് കാണാൻ കഴിയും. ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ജഗന്നാഥൻ, അതായത് മഹാവിഷ്ണു കൃഷ്ണനാണ്. കൃഷ്ണനോടൊപ്പം തന്നെ സഹോദരനായ ബലരാമനും സഹോദരി സുഭദ്രയുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പേരെയും കാണാൻ കഴിയുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദർ. അപ്പോൾ അത് ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ എല്ലാ ഗോപുരങ്ങളും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എല്ലാ ഗോപുരങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ്. ആ ക്ഷേത്രത്തിൽ നിവേദ്യം ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളാണിത്. ഇവിടെ ഇപ്പോഴും ഈ മണ്ണിൻ്റെ പാത്രത്തിലാണ് നിവേദ്യം ചെയ്യുന്നത്. ആ നിവേദ്യം ചെയ്യുന്നത് പോലും ഈ മൺപാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കിടയ്ക്ക് വെക്കും, ഓരോന്നിൻ്റെ മുകളിലായിട്ട്. ഏറ്റവും താഴെയാണ് തീ കൂട്ടുന്നത്. പക്ഷെ ആദ്യം വേവുന്നത് ഏറ്റവും മുകളിലുള്ള പാത്രത്തിലായിരിക്കും. അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മളോടൊപ്പം ഗൈഡോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കിച്ചൺ സൈഡിലോട്ടൊക്കെ നമുക്ക് എൻട്രി ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്നും എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോയത്, നമ്മുടെ ഗൈഡ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തിരക്ക് ക്ഷേത്ര ദർശനവും ഫ്ലാഗ് ഹോസ്റ്റിങ്ങും നമുക്ക് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് പോകണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഷൂ, ചെരുപ്പ്, ക്യാമറ, മൊബൈൽ ഫോൺ ഇവയൊന്നും അലൗഡല്ല. അപ്പോൾ ഇതെല്ലാം നമ്മളവിടെ ഏൽപ്പിച്ചിട്ട് വേണം അകത്തേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രയാസം, കാരണം അതൊന്ന് കാണാനും ഫോണിൽ പകർത്താനും എനിക്കും ഭയങ്കര സങ്കടമായി. കാരണം അതിലൊന്ന് ഫോണിൽ പകർത്തിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനേക്കൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല ഗൈസ്. ഇതെല്ലാം കൂടി നമ്മളവിടെ വെച്ചു. അദ്ദേഹം പറഞ്ഞു, കാരണം അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു രീതി മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കണമല്ലോ. അല്ലാതെ എൻ്റെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കണം, അതിന് ശേഷമേ പറ്റൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അതുപോലെ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗൈഡിൻ്റെ പുറകിൽ, അദ്ദേഹത്തിൻ്റെ പുറകിൽ പോയി അദ്ദേഹം നമ്മളെ സൂപ്പറായിട്ട് ആ ഫ്ലാഗ് ഹോസ്റ്റിങ് മുമ്പിൽ, അതായത് നമ്മുടെ ദർശനത്തിന് പോകുന്നതിൻ്റെ വടക്കേ സൈഡിലായിട്ട് സുഖമായിട്ട് നമുക്ക് ഫ്ലാഗ് ഹോസ്റ്റിംഗ് കാണാൻ പറ്റി. അവിടെ ചെന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ യൂട്യൂബർമാരും അങ്ങനെയുള്ള കുറേ അധികം ആളുകൾ വന്നിട്ട് ഇവിടത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പതാക പറക്കുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. അത് അവരുണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു കള്ളമാണ്. അതെനിക്കും തോന്നി. കാരണം ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡല്ല. പിന്നെ അവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ വലിയ ഗോപുരത്തിന് മുകളിലായിട്ട് വലിയൊരു സുദർശന ചക്രമുണ്ട്. ആ സുദർശന ചക്രം ഏത് ഭാഗത്താണെങ്കിലും, അതായത് നിങ്ങൾ ക്ഷേത്ര ഗോപുരത്തിൻ്റെ വടക്ക് ഭാഗത്തായിക്കോട്ടെ, കിഴക്കായിക്കോട്ടെ, തെക്ക് ഭാഗത്തായിക്കോട്ടെ, ഏത് ഭാഗത്ത് നിന്നാലും അത് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതൊരു പറഞ്ഞ കാര്യം തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഫ്ലാഗ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല. അതുപോലെ അവിടെ ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ആളുകളാണ്. നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളെ കൊണ്ടോ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ വളരെയധികം റിസ്ക് എടുക്കേണ്ടി വരും. 500-ലധികം ആളുകൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 5000 പേരുള്ളതിൻ്റെ തിരക്കാണ് നമുക്കവിടെ അനുഭവപ്പെട്ടത്. ഒരു കാര്യവും ഇല്ലാത്ത തിരക്കാണ്. മര്യാദയ്ക്ക് തൊഴാൻ പറ്റുന്നെങ്കിൽ മര്യാദയ്ക്ക് തൊഴുതിട്ട് പോയാൽ എല്ലാവർക്കും സുഖമായിട്ട് തൊഴുതിട്ട് പോകാം. പക്ഷേ ഇതങ്ങനെയല്ല. തൊഴുന്നവനൊക്കെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു, തൊഴാനൊട്ടും സമ്മതിക്കുന്നുമില്ല. തീരെ പൊക്കം കുറഞ്ഞ, അതായത് ഞാൻ എൻ്റെ മോളെ ഇരുത്തിയിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് അവൾക്ക് നല്ലപോലെ കാണാനായിട്ട് സാധിച്ചു. പക്ഷേ എൻ്റെ അമ്മയ്ക്കും മകനും നല്ലപോലെ കാണാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉയർത്തി പൊക്കി പിടിച്ചിട്ടാണ് ഭഗവാനെ തൊഴിച്ചത്. അപ്പോൾ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പൊക്കമുള്ളവരും പൊക്കമില്ലാത്തവരുമായിട്ട് പോവുക. കാരണം പൊക്കമുള്ളവർക്ക് പൊക്കമില്ലാത്തവരെ പൊക്കി ഭഗവാനെ ഒന്ന് കാണിക്കാനായിട്ട് സാധിക്കും. ഇതെൻ്റെ ഒരു അനുഭവമാണ്. അവിടെ ഇതിനു മുമ്പ് പോയിട്ടുള്ളവരുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കെല്ലാവർക്കും, നമ്മുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണെന്ന്, പക്ഷേ എല്ലാവർക്കും അതാണ് സംഭവിച്ചത്. അതുപോലെ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് നമ്മൾ കൈ നീട്ടിയാൽ അവർ 2 വളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തരും. എന്നിട്ട്
100 രൂപ 200 രൂപയൊക്കെ അവകാശപ്പെടും. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുക, ഭഗവാനെ തൊഴുക, മറ്റൊരു കാര്യങ്ങൾക്ക് നിൽക്കരുത്. ജഗന്നാഥനെയും തൊഴുത് നേരെ റൂമിലേക്ക്. യാത്രകൾ അവസാനിക്കുന്നില്ല, നമ്മുടെ വീഡിയോയും. സംഭവിച്ചതൊക്കെയാണെങ്കിലും പോയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും തീർച്ചയായും പോകണം. ഓക്കെ, ജയ് ജഗന്നാഥ്.